back to my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 4 ഫേസ് വാഷ് ഉണ്ട്. അപ്പം അതെങ്ങനെയാണ്, നല്ലതാണോ, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. സോ ഏതൊക്കെയാണ് 4 ഫേസ് വാഷ് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് പറയാൻ പോകുന്ന 4 ഫേസ് വാഷും ഞാൻ കഴിഞ്ഞ 3-4 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷാണ്. സോ ഓൾമോസ്റ്റ് ചിലതെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇതാണ് പറ്റിയ സമയം ഞാൻ നിങ്ങളുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്. സോ ആദ്യത്തെ ഫേസ് വാഷ് ഏതാണെന്ന് വെച്ചാൽ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷാണ്. ഇത് സെൻസിറ്റീവ് സ്കിന്നിനും ഡ്രൈ സ്കിന്നുകാർക്കും നല്ല പറ്റിയ ഒരു ഫേസ് വാഷാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 299 റുപ്പീസാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫേസ് വാഷ്. ഹരിയുടെ സ്കിന്നും ഭയങ്കര ഡ്രൈ ആണ്, പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് ഹരിയുടെ സ്കിൻ ഡ്രൈ ആക്കിയില്ല. അത്യാവശ്യം ആ ഹൈഡ്രേഷൻ നിലനിർത്തിയിട്ടുണ്ട്. ഡീകൺസ്ട്രക്റ്റിൻ്റെ സേഫ്, സെൻസിബിൾ ആൻഡ് ഹോണസ്റ്റ് ഹൈലറോണിക് ആസിഡ് ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷ്. ഇതിൽ 0.5% അമിനോ ആസിഡ്സ് ഉണ്ട്, 0.1% ഹൈലറോണിക് ആസിഡ് ഉണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ സ്കിന്നുകാർക്ക് മുഖം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ഫേസ് വാഷാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. കാരണം എനിക്ക് രാവിലത്തെ എൻ്റെ ഓയിലി സ്കിൻ ആണെങ്കിലും രാവിലെ നമുക്ക് അത്ര ഹെവി ഫേസ് വാഷ് ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇതാണ് രാവിലെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ വരെ, ഇത് കഴിയുന്നവരെ. ഇത് കുപ്പി കാലിയാണ് കേട്ടോ, ഒന്നുമില്ല കേട്ടോ. ഇതിൽ അമിനോ ആസിഡ്സ് ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, പാന്തനോൾ ഉണ്ട്, സോഡിയം, PCA ആൻഡ് ഗ്ലിസറിൻ ഉണ്ട്. അതേമാതിരി ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പോൾ ഇത് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും അതേമാതിരി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കും ഇത് പറ്റിയൊരു ഫേസ് വാഷാണ് കേട്ടോ. രണ്ടാമത്തെ ഫേസ് വാഷും സെയിം പ്രൈസ് ആണ്, 299 റുപ്പീസ്. 100 ml ആണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത്. ഇത് മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് പ്ലസ് LHA 2% ക്ലെൻസർ ആണ്. ഇതും ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയൊരു ഫേസ് വാഷാണ്. നേരത്തെ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ ഫേസ് വാഷായിരുന്നു. ഇത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയൊരു ഫേസ് വാഷാണ്. നമ്മൾ ഓയിൽ മുഴുവൻ വലിച്ചെടുക്കുന്നില്ല, പക്ഷേ നമുക്ക് എക്സസ് ആയിട്ടുള്ള ഓയിൽസും സെബം എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. മുഖം നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. സോ ഇതെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മിനിമലിസ്റ്റ് ഫേസ് വാഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലും ഗ്ലിസറിനും സാലിസിലിക് ആസിഡും ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും വാങ്ങാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, മൂന്നാമത്തെ പ്രൊഡക്റ്റ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫേസ് വാഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഡോക്ടർ ഷെറ്റ്സിൻ്റെ സെൻറ്റല്ല വിറ്റമിൻ ഇ ഫേസ് ക്ലെൻസറാണ്. ഇത് 50 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് 350 റുപ്പീസാണ് റേറ്റ്. കുറച്ച് പ്രൈസിയാണ് ബാക്കി രണ്ടും വെച്ച് നോക്കുമ്പോൾ. കാരണം 50 ml ഉള്ളൂ. ബാക്കി എല്ലാത്തിനും 100 ml ആയിരുന്നു നമുക്ക് 300 റുപ്പീസിന് താഴെ. ഇത് 300 റുപ്പീസിന് മേലെയാണ് 50 ml പ്രൊഡക്റ്റ് ഉള്ളൂ. പക്ഷേ നമുക്ക് ഇത് വളരെ കുറച്ച് മതി. ചെറിയൊരു കോയിൻ മതി, നമുക്ക് കോയിൻ സൈസ് മതി നമുക്ക് എൻ്റെ ഫേസ് കഴുകാൻ. ചെറിയൊരു കോയിൻ പറയുമ്പോൾ ചെറിയൊരു ഒറ്റ പ്രസ് മതി കേട്ടോ. ഒരു പ്രസ്സുള്ള ഒരു എന്താ പറയുക ഫേസ് വാഷ് മതി നമുക്ക് എൻ്റെ ഫേസ് കഴുകാൻ വേണ്ടിയിട്ട്. ഇതിൽ നമുക്ക് സെൻട്രൽ ഏഷ്യാറ്റ എക്സ്ട്രാക്റ്റ് ഉണ്ട്, വിറ്റമിൻ ഇ ബീഡ്സ് ഉണ്ട്, ചെറിയൊരു ഗ്രീൻ ബീഡ്സ് ഉണ്ട് അതിൽ, അത് വിറ്റമിൻ ഇ ബീഡ്സ് ആണ്. അതേമാതിരി ആൽമണ്ട് ഓയിലുണ്ട്, അശ്വഗന്ധ എക്സ്ട്രാക്റ്റ് ഉണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ മേക്കപ്പ് കഴുകി കളയാനും, അല്ലെങ്കിൽ രാവിലെ സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട്, ഈവനിങ് നമുക്ക് എല്ലാം വൃത്തിയാവണം, മുഖം നല്ല ക്ലീൻ ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. നല്ല ഫേസ് വാഷാണ് കേട്ടോ. ഇത് അത്യാവശ്യം കുറച്ച് പതയുന്നുണ്ട്, പക്ഷേ നമ്മുടെ മേക്കപ്പൊക്കെ നന്നായിട്ട് വൃത്തിയാവും. എനിക്ക് തോന്നി ചെറുതായിട്ട് ഒരു പൊടിക്ക് എൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ ഡ്രൈ സ്കിന്നൊന്നും ആവുന്നില്ല. ചെറുതായിട്ട് ഒന്ന് നമ്മുടെ മേക്കപ്പൊക്കെ കഴുകിക്കളയുന്നതിൻ്റെ അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുന്നുണ്ട്. സോ ഇതും എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാം. കാരണം ഹെവി മേക്കപ്പ് അടക്കം മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. ഓക്കെ, അടുത്ത ഫേസ് വാഷ് ഏതാണെന്ന് വെച്ചാൽ എർത്ത് ഋതത്തിൻ്റെ എനർജൈസിങ് വാട്ടർ ജെൽ ക്ലെൻസറാണ്. ഇതിൽ എർത്ത് മെറൈൻ വാട്ടർ ഉണ്ട്, അതേമാതിരി ചക്ക മഷ്റൂം ഉണ്ട്, മെറൈൻ കൊളാജൻ ഉണ്ട്. ഇത് 100 ml ആണ് പ്രൊഡക്റ്റ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് വരെ യൂസ് ചെയ്തിട്ടുണ്ട്. അത്രയും എൻ്റെ ഫേവറേറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. ഒരു പ്രൊഡക്റ്റും വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമില്ല.
സോ ഞാൻ കട്ട് ചെയ്തിട്ട് അത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. എവറി ലാസ്റ്റ് ബിറ്റ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എന്താ താഴെ നോക്കുന്നതെന്ന് വിചാരിക്കണ്ട. എൻ്റെ ക്യാമറയുടെ ഡിസ്പ്ലേ ഇവിടെ താഴെയുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കുന്നതാണ് കേട്ടോ. നമുക്ക് പ്രൈസ് വരുന്നത് 659 റുപ്പീസാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാട്ടർ ജെൽ ആണല്ലോ, അപ്പോൾ ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ഫേസ് വാഷാണ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 7-8 മാസം ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു റിലാക്സേഷൻ വേണം, നമ്മൾ സ്പാ ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എനർജറ്റിക് ആയിട്ട് തോന്നണം എന്നൊക്കെ സമയത്ത് ഞാൻ ഈ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എർത്ത് മെറൈൻ വാട്ടർ ഉണ്ട്. എർത്ത് മെറൈൻ വാട്ടർ ചെറുതായിട്ട് നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ പോകാനും അല്ലെങ്കിൽ ഓക്സിഡൈസേഷനോ സൺടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ ഹെൽപ്പ് ചെയ്യും. അതേമാതിരി ഇതിൽ സീ സാൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡീപ്ലി പോഴ്സിൽ പോയിട്ട് അതിൽ നമ്മുടെ പോഴ്സ് എല്ലാം ക്ലീൻ ചെയ്യും. ആ ഒരു ഫേസ് വാഷിൻ്റെ ജോലി ഇത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഇതിൽ അലോവേര ജ്യൂസ് ഉണ്ട്. പിന്നെ ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ഡിസ്റ്റിൽഡ് വാട്ടർ അങ്ങനെയുള്ള പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ച് പ്രൈസി ആയിട്ട് ഇരിക്കുന്നതും ഈ ഒരു ഫേസ് വാഷ്. പക്ഷേ ഓവറോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ഫേസ് വാഷാണ്. ഞാൻ പറഞ്ഞ പോലെ മുഖം നല്ല ക്ലീൻ ആവുന്നുണ്ട്. ഫേസ് ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഹരിയും യൂസ് ചെയ്തു, ഞാനും യൂസ് ചെയ്തു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി. സോ മുഖം നല്ല ക്ലീൻ ആക്കുന്നുണ്ട്. എന്താ പറയുക, നമ്മളത് മുഖം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം നല്ല ക്ലീൻ ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇന്നത്തെ ഫേസ് വാഷ് റിവ്യൂവിൻ്റെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.